പരായി എന്ന് പറഞ്ഞ ചാപ്റ്റർ തന്നെയാണ് വന്നിരിക്കുന്നത്. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ആദ്യം വന്നിരിക്കുന്നത് ഒക്ടോബർ 11, ഇങ്ങനെ ഡേറ്റിന് തരണമെന്നൊന്നുമില്ല, എന്നാലും ഒക്ടോബർ 11 അന്താരാഷ്ട്രീയ ബാലികാ ദിവസേ, അതായത് ഇന്റർനാഷണൽ ഗേൾസ് ഡേ, അതായത് വിമൻസ് ഡേ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ദിവസമാണ്. അതുകൊണ്ട് ബേസ് ചെയ്തിട്ട് ഈ അവസർ ആ ഒരു അവസരത്തിൽ ലടുക്കാ ലടുക്കി ഭേദഭാവ്, അതായത് സ്ത്രീ പുരുഷ അസമത്വം അല്ലെങ്കിൽ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ഭേദം, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഗുഡലിത്തോ പരായി എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ആശയം സാമാജിക സമസ്യ എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ ലടുക്കാ ലടുക്കി ഭേദഭാവ് അല്ലെങ്കിൽ സ്ത്രീ പുരുഷ സമാനതയെ കുറിച്ചാണ്. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു സംഗോഷ്ഠി ഓനേവാല, ഈ പേര് ശ്രദ്ധിക്കുക, സംഗോഷ്ഠി എന്ന് പറഞ്ഞാൽ നമ്മുടെ സെമിനാർ എന്നാണ് അർത്ഥം. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു സെമിനാർ നിങ്ങളുടെ സ്കൂളിൽ നടക്കുകയാണ്. അതിനുവേണ്ടി ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ മനസ്സിലാക്കുക, ഇങ്ങനെ ഒരു പോസ്റ്റർ നിങ്ങൾക്ക് ഒരു സ്ത്രീ പുരുഷ സമാനതയെ കുറിച്ചോ ലടുക്കാ ലടുക്കി ഭേദഭാവിനെ കുറിച്ചോ, അതായത് പെൺകുട്ടികളെ കുറിച്ച് എന്തെങ്കിലും ഒരു പോസ്റ്റർ നിങ്ങൾക്ക് ചോദിക്കാം, പെൺകുട്ടികളുടെ സംരക്ഷണത്തെ കുറിച്ച്, സ്ത്രീ സംരക്ഷണത്തെ കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും ഒരു പോസ്റ്റർ ചോദിക്കും. എല്ലാത്തിനും സെയിം കണ്ടന്റ് ആണെന്ന് മനസ്സിലാക്കുക. ചരിത്ര ടിപ്പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടർ സ്കെച്ച് ആണ് കേട്ടോ. ചരിത്ര ടിപ്പണി എന്ന് പറഞ്ഞാൽ അത് ഓർക്കുക. അപ്പൊ നമുക്ക് ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് വരാൻ കൂടുതലും ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടർ സ്കെച്ച്. ഇനി അതല്ലെങ്കിൽ ചിലപ്പോൾ ഗംഗിയുടേത് ചോദിക്കാം, അബ്ദുൽ ജബ്ബാറിനെ ചോദിച്ചില്ലെങ്കിൽ ഗംഗിക്ക് ചരിത്ര ടിപ്പണി, അതും നമ്മൾ വീഡിയോ ചെയ്താണ്. ഇതിൽ ഏതെങ്കിലും ഒന്നൊക്കെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ ഇതൊക്കെ മക്കൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഗുഡലിത്തോ പരായി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ അല്ലേ, ഗുഡലി എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ കഥ. അപ്പൊ അതെന്തിനെ കുറിച്ചുള്ള കഥ, അതെന്ത് സാമാജിക സമസ്യ, സാമൂഹിക പ്രശ്നത്തെ കുറിച്ചാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം സ്ത്രീ പുരുഷ അസമാനത, അതല്ലെങ്കിൽ ലടുക്ക ലടുക്കി ഭേദഭാവ്, ഓർത്തു വെക്കണേ. അപ്പൊ സ്ത്രീ പുരുഷ അസമത്വത്തെ കുറിച്ച്, അതല്ലെങ്കിൽ ലടുക്ക ലടുക്കി ഭേദഭാവ് എന്ന് പറഞ്ഞാൽ ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുള്ള വ്യത്യാസം, അതാണ് ആ കഥയിൽ പറയുന്ന പ്രമേയം. വൺ വേർഡ് ഇതിൽ ഏതെങ്കിലുമൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് 3-4 പാഠങ്ങളാണ് പഠിക്കതൊക്കെ ഉള്ളത്. ഒന്ന് ബീർബഹുട്ടി, ചിലപ്പോൾ നിങ്ങൾക്ക് മോഡൽ എക്സാമിനോ പബ്ലിക് എക്സാമിനോ ചിലപ്പം ബീർബഹുട്ടി എന്ന് വന്നേക്കാൻ പഠിക്കത. ഓക്കെ, എന്തായാലും മനസ്സിലാക്കുക, ഫസ്റ്റത്തെ സെറ്റിൽ നിങ്ങൾക്ക് പഠിക്കത ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതുവരെ കഴിഞ്ഞ എല്ലാ പരീക്ഷയിലും പഠിക്കത ഉണ്ടായിരുന്നു, അതുകൊണ്ട് പഠിക്കത മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പം പഠിക്കത ബീർബഹുട്ടിത്തെ ഒരു പഠിക്കത പഠിച്ചേക്കാം, ഒന്നെങ്കിലും പഠിച്ചു വെക്കാം. മൊത്തം പഠിച്ചു വെക്കാൻ പറ്റുന്ന മക്കളാണെങ്കിൽ അങ്ങനെ പഠിച്ചു വെക്കാം. കഥയുടെ അവസാനത്തിൽ കഹാനിക്ക് അന്തമേം ദോനം ബിച്ചഡൻ കേലെ, അതായത് നമ്മുടെ വേർപാടിന്റെ ഒരു സമയമുണ്ട്, രണ്ടുപേരും പ്രോഗ്രസ് കാർഡൊക്കെ നോക്കിയിട്ട് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് വേർപിരിഞ്ഞു പോകുന്ന രംഗമുണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ചിലപ്പം പഠിക്കത ചോദിച്ചേക്കാം. അപ്പൊ ബീർബഹുട്ടിയിലെ ഈ പഠിക്കഥകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ ചിലപ്പം അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഡയറി കത്ത് നിങ്ങൾ ഒരുമിച്ച് പഠിച്ചാൽ മതി. ഇത് രണ്ടും ചിലപ്പോൾ ഒരുമിച്ച് പരീക്ഷയ്ക്ക് വരണമെന്നില്ല, അഥവാ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതി. ഡയറി വന്നു കഴിഞ്ഞാൽ ആ ഡയറി നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡയറിയുടെ കണ്ടന്റ് നമുക്ക് കത്തിലേക്ക് എഴുതാം. ഓക്കെ, നമ്മുടെ ചാർലി ചാപ്ലിന്റെ അമ്മയുടെ ഡയറി അല്ലെങ്കിൽ ചാർലി ചാപ്ലിന്റെ ഡയറി രണ്ടും സെയിം കണ്ടന്റ് ആണ്, ഒന്ന് പഠിച്ചാൽ രണ്ടും ആയി. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഫൂൽദേഹി ത്യോഹാറിനെ കുറിച്ച് റിപ്പോർട്ട് ചോദിച്ചേക്കാം. ഓക്കെ, ബസന്ത് മേരേഗ ഓക്കെ എന്ന്. അപ്പോൾ അതും നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്താണ്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് പഠിക്കേണ്ട ആവശ്യമില്ല. എല്ലാ പ്രാവശ്യം ചോദ്യം വരുന്ന ഒരു ചാപ്റ്ററാണ് അയാം കലം കെ ബഹാനെ എന്ന് പറഞ്ഞ ചാപ്റ്റർ. മെയിനായിട്ട് മനസ്സിലാക്കേണ്ട 4 സർവ്വനാമം ഏതൊക്കെയാ? ഒന്ന് യഹ്, മറ്റൊന്ന് വഹ്, പിന്നെ വേറൊന്ന് വേ, പിന്നെ വേറൊന്ന് വേ. ഈ 4 സർവ്വനാമങ്ങൾ മക്കളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ ഇതിലേതെങ്കിലും ഒന്നാണ് പരീക്ഷയ്ക്ക് വരിക. ഇതിനോട് നമ്മൾ കാ വന്നാലും കീ വന്നാലും കെ വന്നാലും കോ വന്നാലും നേ വന്നാലും എന്ത് സാധനം വന്നു കഴിഞ്ഞാലും നിങ്ങൾ മനസ്സിലാക്കണ്ടേ, ഇതിനോടൊരു പരസർഗ കൂടിക്കഴിഞ്ഞാൽ ഇസ് എന്ന സൗണ്ട് ആയിട്ട് മാറും. എന്തായിട്ട് മാറും? ഇസ്. ഇനി വഹിനോടാണെങ്കിൽ ഉസ് എന്നാണ് വരിക. അപ്പൊ വഹ് പ്ലസ് ക ഉസ്ക. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ചും ചോദിക്കാം, ഇപ്പോൾ അദ്ദേഹത്തിന് ഉസ്ക എന്നൊരു വാക്ക് എന്നിട്ട് അതിൽ സർവ്വനാമം ഏതാ വെച്ചാൽ ഉസ് ആണല്ലോ. ഉസ് ആണെങ്കിൽ അതിൽ സർവ്വനാമം ഏതായിരിക്കും? വഹ്. ഗുഡലി പെണ്ണല്ലേ. അപ്പൊ നമുക്കറിയാം ഇവിടെ നോക്കിയാൽ രഹ വന്നിട്ടുണ്ട്, രഹേ വന്നിട്ടുണ്ട്, രഹി വന്നിട്ടുണ്ട്, രഹി വന്നിട്ടുണ്ട്. എന്തായാലും നമുക്കറിയാം ഗുഡലി പെണ്ണായതുകൊണ്ട് രഹിയാണ് ശരി. ഈ എന്നാണെങ്കിലോ ബച്ച കാംപർ ജാ രഹാഹേ എന്ന് വരികയായിരുന്നു. അതിന് പകരം ബച്ചി പെൺകുട്ടി എന്നാണെങ്കിലോ ബച്ചി കാംപർ ജാ രഹീഹേ എന്ന് വരികയായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഗ്രാമർ എന്തായാലും പഠിച്ചു വെക്കുക, ഇതുപോലുള്ള ചോദ്യം മക്കൾക്ക് വരും. ഓക്കെ, അത് അമ്മ പെണ്ണായതുകൊണ്ട് ലഗി എന്നല്ലേ വരിക. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെയും ലഗി ഉണ്ട്, ഇവിടെയും ലഗി ഉണ്ട് അല്ലേ, 2 ലഗി ഉണ്ട്. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആയി. കൺഫ്യൂഷൻ വേണ്ട. ഇവിടെ നോക്കിയാൽ ഡർനെ ലഗി എന്നാണ്, ഇവിടെ ഡർനി ലഗി എന്നാണ്. ഏതാ ശരി? ഡർനെ. നേ മാറൂലല്ലോ, നേ മാറൂല അല്ലേ, അത് ആൻ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ എന്തായാലും എന്താ ആൻസർ വരിക? മാം ഡർനെ ലഗി. മനസ്സിലായി? ലഗി. ആ മാമിന് പകരം ചാർലി ആയിരുന്നെങ്കിൽ എങ്ങനെ വരിക? ചാർലി ഡർനെ ലഗ. മനസ്സിലായില്ലേ? ഇനി ഗുഡലി കരയാൻ തുടങ്ങിയെന്ന് എങ്ങനെ പറയാ? ഗുഡലി റോനെ ലഗി. ഗുഡലിക്ക് പകരം ബയ്യ കരയാൻ തുടങ്ങിയെന്ന് എങ്ങനെ? സഹോദരൻ കരയാൻ തുടങ്ങിയെന്ന് എങ്ങനെ പറയാ? ബയ്യ ആണല്ലേ, അപ്പൊ ബയ്യ റോനെ ലഗ. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് കൺഫേം ആണ്, പഠിച്ചു വെക്കുക. ഓക്കെ, നേ പ്ലസ് ലഗ ലഗി ലഗെ. അത് ഓർത്തുക. നേ മാറൂല എന്ന് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഉത്തരം എന്തായാലും ശരിയാവും. ഓക്കെ, അകാൽ ഉസ്കെ ബാദ്, അതേപോലെ തന്നെ ബച്ചേ കാംപർ ജാ രേ, ഈ 3 കവിതയിൽ ഏതെങ്കിലും ഒന്നിന്റെ ആശയം നിങ്ങൾക്ക് എഴുതാനുണ്ടാവും. നിങ്ങൾക്ക് ആ 4 മാർക്ക് ഈസി ആയിട്ട് സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്തായാലും പഠിക്കുക, മറക്കരുത്.